ഇക്കഴിഞ്ഞ മെയ് 2-ന് മുക്കം നഗരസഭയിൽ റവന്യൂ ഇൻസ്പെക്ടർക്ക് നേരെ നടന്ന ആക്രമണത്തെ ചൊല്ലി മുക്കം നഗരസഭാ ഭരണസമിതി യോഗത്തിൽ ഭരണ പ്രതിപക്ഷ സംഘർഷം. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രമേയം അവതരിപ്പിച്ചതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. മുക്കം നഗരസഭയിലെ റവന്യൂ ഇൻസ്പെക്ടർക്കു നേരെ ആക്രമണം നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് നീതിപൂർവമായ നടപടി സ്വീകരിക്കുന്നതിനാരോപിച്ചാണ് നഗരസഭാ ഭരണസമിതി യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങിയത്. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രമേയം അവതരിപ്പിച്ചതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ റവന്യൂ ഇൻസ്പെക്ടർ ആക്രമിക്കപ്പെടുകയും കൈക്ക് കടിയേൽക്കുകയും ചെയ്ത സംഭവം നഗരസഭയുടെ ചരിത്രത്തിൽ തന്നെ ഗുരുതരമായ സംഭവങ്ങളിലൊന്നാണെന്ന് പ്രതിപക്ഷാംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെ ഭരണസമിതി നിസ്സാരവൽക്കരിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും അവർ ആരോപിച്ചു. പ്രമേയത്തെ തുടർന്ന് നടന്ന ചർച്ചയിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ ശക്തമായ വാദപ്രതിവാദങ്ങളാണ് അരങ്ങേറിയത്. സംഭവത്തിൽ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്നും ഭരണസമിതി വിഷയത്തെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും ഭരണപക്ഷം മറുപടി നൽകി. എന്നാൽ ഇതുവരെ സ്വീകരിച്ച നടപടികൾ തൃപ്തികരമല്ലെന്നും ജീവനക്കാർക്ക് വ്യക്തമായ സുരക്ഷ ഉറപ്പ് നൽകാൻ ഭരണസമിതി തയ്യാറാവണമെന്നും പ്രതിപക്ഷവും ആവശ്യപ്പെട്ടു. സംഭവത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ രൂക്ഷമായതോടെ ഭരണസമിതി യോഗം ഏറെ നേരം പ്രക്ഷുബ്ധമായി. നഗരസഭാ ജീവനക്കാരുടെ സുരക്ഷയും ഭരണസമിതിയുടെ ഉത്തരവാദിത്വവും സംബന്ധിച്ച വിഷയങ്ങൾ യോഗത്തിൽ പ്രധാന ചർച്ചാ വിഷയവുമായി മാറി. UDF കൗൺസിലർമാരായ വി അബ്ദുള്ളക്കുട്ടി, ഷെരീഫ് പണ്ണക്കോട്, വി ഗിരിജ, മുനീർ മുത്താലം, ജിജി ജയരാജ്, ഹനീഫ് മുഹമ്മദ് തെച്ചിയാട്, VM റഹ്മത്ത്, ഷബാന പൂളപ്പൊയിൽ, സുഹറ വഹാബ് എന്നിവരാണ് പ്രതിഷേധിച്ചത്. ന്യൂസ് ബ്യൂറോ, മുക്കം.